ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എങ്ങോട്ട് സുന്ദരിയായിട്ട് പോകുന്ന വിചാരിക്കും. ഞാൻ ഒന്ന് മാഹി വരെ പോവാണ്. ഏട്ടനെ കൂട്ടാണ്ടാണ് ഗൈസ് പോകുന്നത്. അന്നപ്പോൾ ഞാൻ ഏട്ടന് ടാറ്റ ബബ്ബായൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാനും ഏട്ടനും ഒരു കളർ ഡ്രസ്സാണല്ലോ ഇട്ടത് ഗൈസ്. അപ്പോൾ ഞാൻ ചിന്തിച്ച്, അപ്പം പിന്നെ ഞാൻ വേറെ ആരും കൂടെയല്ല, ഏട്ടൻ്റെ മൂത്തവൻ്റെ മോളെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മാഹിയിലേക്ക് പോയി. ചേച്ചിക്ക് എന്തോ ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങാണ്ടേന്. അന്നപ്പം പിന്നെ ബസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ബസ് കയറിയപ്പോൾ അന്നപ്പോൾ ഈ സൈഡ് സീറ്റ് കിട്ടി. സോറി, മാറിപ്പോയി, വിൻഡോ സീറ്റ്. എപ്പോഴെങ്കിലും തെറ്റൊക്കെ പറ്റുമല്ലോ പറയുന്നതിന്. അന്നപ്പം പിന്നെ ഞങ്ങളങ്ങനെ ഷോപ്പിലേക്ക് പോയി. അന്നപ്പോൾ ചേച്ചിക്ക് പാൻറ്റും ടോപ്പും അങ്ങനത്തെയൊക്കെ വാങ്ങാണ്ടേന്. അപ്പം ഞങ്ങൾ നേരെ മാഹിയിൽ വന്ന് ഞാൻ അങ്ങനെ ഡ്രസ്സ് വാങ്ങില്ല. അഥവാ വടകര പോയിട്ട്, തലശ്ശേരി പോയിട്ടും വാങ്ങലില്ല. വടകര തന്നെ ഞങ്ങൾ അധികം പോക്ക്. പിന്നെ കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് വാങ്ങും ഗൈസ്. അപ്പം ഞാൻ അവിടെ നിന്ന് മിറർ കണ്ട്, അപ്പം ഞാൻ വെറും ഒരു പട്ടിഷോ മിറർ കണ്ടാൽ വെറുതെ വിടൂലല്ലോ. അപ്പോൾ ചേച്ചി പാൻറ്റൊക്കെ ഒന്ന് നോക്കി, പിന്നെ ടോപ്പ് നോക്കിയിട്ടുണ്ട്. ടോപ്പ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടും അപ്പോൾ ചേച്ചി വരുമ്പോൾ അടുത്ത ഷോപ്പ് പോകാറുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ അടുത്ത ഷോപ്പിൽ പോയി. അപ്പോൾ അവിടുന്ന് ഒരു ടോപ്പറ്റോ വാങ്ങി, ഒരു പിങ്ക് കളർ ടൈപ്പ് ടോപ്പറ്റോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആടും വലിയ തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് മാഹിയിൽ വന്ന് ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. എനിക്കല്ല കേട്ടോ, സോറി, മാറിപ്പോയി, ഏച്ചിക്ക്. അന്നപ്പം പിന്നെ അവിടെ നിന്ന് ടോപ്പൊക്കെ നോക്കി. അപ്പം നല്ല രസമുണ്ട് കേട്ടോ ടോപ്പൊക്കെ ആണ്. ചേച്ചിക്ക് പണിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് സ്ലീവ്ലെസ് ആണ്. അപ്പോൾ അതിന് കൈ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മിറർ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത്, സ്വാഭാവികം നമ്മളെടുക്കുമല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ ചേച്ചി വന്ന് ഭയങ്കര വെയിലുമ്പോൾ എന്ത് വെള്ളം കുടിച്ചാലോ ചേച്ചി. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കങ്ങനെ നിർബന്ധമില്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കൈ വെക്കണേ. പക്ഷേ അത് സ്ലീവ്ലെസ് ആയിക്കൊണ്ട് ചെറിയ കൈയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയിട്ട് തുണി വാങ്ങിയിട്ട് എക്സ്ട്രാ കൈ പിടിപ്പിക്കുക വെച്ച്, 3/4 കൈ. അപ്പോൾ അതൊക്കെ കൊടുത്ത് അന്നപ്പം പിന്നെ ഒന്ന് ഫാൻസി പോണേ. അങ്ങനെ ഫാൻസി പോയി. ചേച്ചിക്ക് എന്തോ കമ്മലും കാര്യമൊക്കെ വാങ്ങണ്ടേ. ഇവള് പിന്നെ ഫുള്ള് ഓൺലൈൻ പർച്ചേസിങ് ആയിക്കൊണ്ട് അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ബസ്സിന് കാത്തു നിന്നപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ വന്ന്. അന്നപ്പോൾ ഒരു പനം ബസ്സിന് കൊടുക്കാനുള്ള പൈസ തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഇത് ലാഭമായല്ലോ, ബസ്സാണ് സ്റ്റോപ്പ് ചെയ്തിട്ടാണല്ലോ പോകുക. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോയി. വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട്. ആ ചേച്ചിനെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ചിക്കൻ്റെ അട ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് എണ്ണക്കടി അങ്ങനെ ഞാൻ കഴിക്കില്ല. അട ഇങ്ങനെ ആവിൽ വേവിക്കുന്നുണ്ടായിക്കൊണ്ട് ഞാൻ അട കഴിക്കും. അപ്പം ഞാൻ അങ്ങനെ അടയൊക്കെ വാങ്ങി. ചേച്ചിക്ക് ഈ ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തോ വാങ്ങാണ്ടേന്, മക്കൾക്ക് എന്തോ ഐസ്ക്രീമോ കാര്യമായിട്ടോ. അങ്ങനെ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇതുവരെ എല്ലാം നല്ല രീതിയിൽ പോയി. ഞങ്ങൾ കുടയൊന്നും നിർത്തിയില്ല ഗൈസ്. പെട്ടെന്ന് മഴ പെയ്ത് ഞങ്ങൾ കുടുങ്ങി.